ഓ മുസ്ലിങ്ങളെ, നാണമില്ലയോ? മറ്റുള്ള ആളുകൾ ഇവനൊരു മുസ്ലിമാണോ എന്ന് ചോദിക്കുന്നത്, ഒരു മുസ്ലിമാണെങ്കിൽ നിസ്കരിക്കണമെന്ന് വിവരമില്ലാത്ത ഒരു അമുസ്ലിം സഹോദരൻ നാട്ടിലുണ്ടോ? ഒരു ഹൈന്ദവനുണ്ടോ? ഒരു ക്രൈസ്തവനുണ്ടോ? ഒരു ബുദ്ധമതക്കാരനുണ്ടോ? ഒരു ജൈനമതക്കാരനുണ്ടോ? എല്ലാ മതക്കാർക്കും ഒരുപോലെ അറിവുള്ളതല്ലേ? മുസ്ലിങ്ങൾ നിസ്കരിക്കുന്നവരാണ്, 5 വക്ത് അവർക്ക് നിർബന്ധമാണ്. അതറിയാത്തൊരു മനുഷ്യൻ നാട്ടിലില്ലല്ലോ. നിസ്കാരം പരടിയിൽ ബാക്കി വെച്ചിട്ട്, നിസ്കാരം പരടിയിൽ കോടിക്കണക്കിന് വെച്ചിട്ട്, ആയിരക്കണക്കിനും നൂറുകണക്കിനും വെച്ചിട്ട് മരിക്കുമ്പോ തഹ്ലീൽ ചൊല്ലിയിട്ട് മാപ്പാകുമെന്ന് കരുതിയിരിക്കണ്ട. മക്കള് നിന്റെ പേരിൽ കോടിക്കണക്കിന് സ്വതക്ക കൊടുത്താലും നിസ്കാരം അന്ന് പൊറുക്കൂല. 70,000 തഹ്ലീൽ ഓരോ മക്കളും ചൊല്ലിയാലും, ഓരോ മക്കളും 10 വീതം ഖുർആനിന്റെ ഖത്മ് ഓതിയാലും, ഏത് ശറഫാക്കപ്പെട്ട ആളുകൾ ജനാസ നിസ്കരിച്ചാലും നിന്റെ പരടിയിലുള്ള ഖളാഇന്റെ നിസ്കാരം അല്ലാഹ് വിട്ടു തരൂല. അതുകൊണ്ട് അതങ്ങനെ പരടിയിൽ വെക്കണ്ട, സമയബന്ധിതമായി വിട്ടിക്കോ. വൻകുറ്റമാണ് കേട്ടോ. തൗബയില്ലാതെ നിസ്കരിച്ചാലും അല്ലാഹ് പൊറുക്കൂല. മറ്റു നഗരങ്ങളിൽ പോയി പഠനം നടത്തുന്ന ചെറുപ്പക്കാരികളോട് പറയട്ടെ, നിങ്ങൾ ഏത് ഡിഗ്രിയുടെ ഡിഗ്രി പഠിക്കാൻ പോയാലും എനിക്ക് പ്രശ്നമില്ല. ഒറ്റ നിബന്ധനയേ ഉള്ളൂ, നിസ്കാരം ഖളാആക്കിയിട്ടൊരു പഠനമില്ല കേട്ടോ. ദർസിലോതി പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, സ്കൂളിലും മദ്രസിലും പഠിക്കുന്ന മുതഅല്ലിമീങ്ങളോട്, വനിതകളോട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ചോദിക്കുന്നില്ലേ, വലിമത്തഅല്ലുമു ഇൻ തകും തതസാഹലു ഫീ മിസ്ലി ഹാദർ റിബിഹി അസ്റാജ് ഹലാ. 27 ഇരട്ടി പ്രതിഫലമുള്ള ജമാഅത്ത് എന്ന് പറയുന്ന ലാഭം, ആ ലാഭം ഒഴിവാക്കിയിട്ട് നീ എന്തിനാ പഠിക്കുന്നത്? നീ എന്തിനാ പഠനം നടത്തുന്നത്? നിന്റെ പഠനം ആർക്ക് വേണ്ടിയാ? അതുകൊണ്ട് വൻകുറ്റങ്ങൾ ജീവിതത്തിൽ വരണ്ട.